ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീതുവാണെന്നുണ്ടെങ്കിൽ ഹരീഷുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോണുമായിട്ട് നേരെ അഖിലിൻ്റെ അടുത്തേക്ക് നീതു ചെല്ലുക. എന്നിട്ട് ഇവർ തറവാട്ടമ്പലത്തിൽ പോകുന്നതും കൂടെ പോകണമെന്ന് ഞാൻ വിചാരിക്കായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പോകണ്ട, 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ പൊക്കോളാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് അമ്മ അഖിലിന് ഭക്ഷണമായിട്ട് വരുന്നു. നീ എന്നോടാ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ഹരീഷ് തൊട്ടപ്പുറത്ത് ഫോണിലുണ്ട്. ഇവളെ കൂടി ഞാൻ തോറ്റുകളെല്ലാം നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരീഷ് ഇങ്ങനെ അവിടെ നിൽക്കുക. നീ ചുമ്മാ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കും, നിന്നെ വാശി പിടിപ്പിച്ചാൽ ഇപ്പം കഴിക്കുന്നതും കൂടെ കഴിപ്പിക്കാതിരിക്കാൻ അവൾ നോക്കുന്നതെന്ന് പറഞ്ഞ് അമ്മ അന്നേരം അഖിലിനോട് പറഞ്ഞു. അന്നേരം നീതും അങ്ങ് കയറി പോയി കേട്ടോ. അങ്ങനെ അമ്മയും മോനും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം വിളമ്പി കൊടുത്തും കഴിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പം നീ എന്നെ പണിയാണ് കാണിച്ച നീതു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ പോയെന്ന് ചോദിച്ചു. നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നും കല്യാണം കഴിക്കുമെന്നൊക്കെ അവനോട് പറയുമ്പോൾ അവൻ്റെ മുഖത്തൊരു ദേഷ്യം വരും. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. വെറുതെ ചിരിക്കാനുള്ള ഒരു ചാൻസ് മിസ് ചെയ്യണോ എന്ന് നീതു ഇങ്ങനെ ചോദിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അഖിൽ അവിടെ ഇരുന്ന് ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. പിന്നെ രാവിലെ തന്നെ വീട്ടിലേക്ക് വണ്ടി വരുന്നു. സുധീഷും വണ്ടി കൊണ്ട് വന്നു. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എടാ നികേഷ് ഇറങ്ങിയിട്ടില്ല അങ്ങനെ പറഞ്ഞ് സുഭാഷ് വന്നു. സമയം എത്രയായെന്നറിയാം, അവനോടൊന്ന് വേഗം വരാൻ പറയാൻ പറഞ്ഞു. പിന്നെ ലേറ്റ് ആകണ്ടെന്നും പറഞ്ഞു. ആ സമയത്ത് അവരെല്ലാവരും പോകാനുള്ള പെട്ടിയും സാധനങ്ങളും എല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെക്കുക. അങ്ങനെ നിധിയും സുധീഷും കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച സമയത്ത് നിധിയുടെയും സുധീഷിനെയും കൂടെ തല ഇങ്ങനെ കൂട്ടിയിടിച്ചു. എന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സുധീഷ് അയ്യോ സോറി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ എന്ന് നിധി ചോദിച്ചു. പെട്ടെന്ന് കുനിയൊന്നും ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ടാ സോറി. അല്ല ഒന്നുകൂടി മുട്ടിക്കണോ? അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഈ കൊമ്പ് മുളയ്ക്കുമെന്നൊരു പടത്തിൽ പറഞ്ഞിട്ടുണ്ടേ, ഇങ്ങനെ പറഞ്ഞ കണ്ണ് കുത്തി പൊട്ടിക്കണം എന്നൊരു തെലുങ്ക് സിനിമയിലുണ്ട്, ചെയ്യണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞ സുധീഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ നികേഷും റെഡിയായി, എല്ലാവരും വന്നു. അപ്പോൾ എല്ലാം റെഡിയായോ, എല്ലാവരും എല്ലാം എടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അച്ഛനും അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അച്ഛൻ്റെ കവർ കൊണ്ടുവന്ന് അച്ഛനും അതിനകത്തേക്ക് അങ്ങ് എടുത്ത് അങ്ങ് വെച്ചു. ആ സമയം ഇയാൾ തന്നെതാണെന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് ഇങ്ങനെ നിൽക്കുക. ഇതെന്തോന്നത്? അപ്പോൾ ഇയാളല്ലേ ബസ്സിൽ പോകുന്നുള്ളൂ പറഞ്ഞത്. വീടടാ പോന്നോട്ടെ എന്ന് സുഭാഷ് പറയുന്നു. അപ്പോൾ വണ്ടിയിൽ ഒരു സ്വൈരം ഉണ്ടാവില്ലെന്ന് സത്യം. അപ്പോൾ അതെ നോക്കി, ഇപ്പോൾ വണ്ടി വിടൽ ഒരു ചെറിയ പെട്ടി വെക്കാനുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് ഒരു വലിയ പെട്ടിയായിട്ട് വരുന്നു. എടാ 2 ദിവസത്തെ പരിപാടിയാണ്, അല്ലാണ്ട് 1 മാസത്തെ ഒന്നും അല്ല എന്ന് പറഞ്ഞു സുധീഷ്. സാരമില്ല, അമ്പലത്തിൽ വേറെ ആൾക്കാരും വരുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇമ്പ്രസ് ചെയ്യാന്ന് വെച്ചു, എങ്ങനെയുണ്ട്, വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞു സുഭാഷ്. എടുത്ത് വെയ്യടാ എന്നും പറഞ്ഞു അങ്ങനെ എടുത്ത് വെപ്പിക്കുന്നു. പിന്നെ നമ്മുടെ സുഭാഷ് വീടൊക്കെ അടച്ചോ എന്നൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പോഴത്തേക്കും നീ ഐശ്വര്യമായിട്ട് കയറിക്കോളാൻ നികേഷിനോട് സുധീഷ് പറയുന്നു. നിക്ക് എന്നും പറഞ്ഞിട്ട് അച്ഛൻ ഓടി വന്നു. 1 മിനിറ്റ് ഞാനിവിടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓടി അങ്ങോട്ടേക്ക് വരും കേട്ടോ. അച്ഛൻ വരട്ടേടാന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഇങ്ങനെ നിൽക്കുന്നു. മാറ് അമ്പലത്തിലേക്ക് പോകുന്നതല്ലേ, അപ്പോൾ ആചാരപ്രകാരം പോകണം. എടാ സുധീഷേ, ഈ 4 നാരങ്ങ ആ വണ്ടിയുടെ കാറിനടിയിലായിട്ട് വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ നാരങ്ങയൊക്കെ വെപ്പിച്ചു സുധീഷിനെ കൊണ്ട്. അങ്ങനെ അവർ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ തേങ്ങയിൽ ആരതിയൊക്കെ ഒഴിഞ്ഞ് അതൊക്കെ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് അങ്ങനെ അവർ വണ്ടിയിൽ കയറിയിരുന്നു. അവരെല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നു. ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും പോകും കേട്ടോ. ഈ സമയത്ത് ചാന്ദിനിയാണെങ്കിൽ നന്നായിട്ട് വർത്താനം പറയുന്നുണ്ട് നിധിയോട്, നിധിയും തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സുധീഷ് അന്തം വിട്ട് ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് നിധിയെ കാണാൻ പാകത്തിന് ആ ഒരു ഫ്രണ്ടിലെ മിററൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് നമ്മുടെ സുധീഷ് ഇങ്ങനെ പോണു. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്ത് എടാ അതെ നീ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ഹൈവേയാ, അല്ല ലോറി വന്ന് തട്ടിയാൽ പൊടി പോലും ആക്കി കിട്ടത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞു. സുധീഷ് ഇങ്ങനെ ആ കണ്ണാടിയിൽ നോക്കുന്നത് കണ്ടിട്ടേ എന്നും പറഞ്ഞു സുധീഷ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നതെന്ന് സുഭാഷ് അന്നേരം ചോദിച്ചു. എടാ ഞാൻ പറഞ്ഞതാണ് ആവശ്യമുള്ള കാര്യമെന്ന് അച്ഛൻ അന്നേരം പറയാണ്. വണ്ടി ഓടിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. സുധീഷ് അന്നേരം ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ നിധി ഇങ്ങനെ നോക്കുവട്ടോ, അതെന്നാ കാര്യമോ എന്നുള്ള രീതിയിൽ. മിസ്റ്റർ ഭാസ്കർ, ഇവിടുന്ന് നിങ്ങളുടെ ഈ മാടായിപ്പാറയിലേക്ക് എത്ര നേരം എടുക്കുമെന്ന് അറിയാമോ? അപ്പോൾ മിസ്റ്റർ ഡ്രൈവർ നേരെ നോക്കിയ ശ്രദ്ധയോടെ മണിക്കൂറിൽ 70 കിലോമീറ്ററിൽ വണ്ടി ഓടിച്ചാൽ 1.25 മണിക്കൂർ. അപ്പോഴത്തേക്ക് എന്നും പറഞ്ഞ് സുധീഷ് ഇങ്ങനെ ഇരിക്കുക. സുധീഷിന് നേരത്തേക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോഴേക്കും നമ്മുടെ ചാന്ദിനി നിധിയും പിന്നെ സംസാരം അങ്ങ് തുടർന്നു. ഈ സമയത്ത് ഒരു ചായ വല്ലതും കുടിച്ചാലോ എന്ന് ചോദിച്ചപ്പം അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു നെടുവേർപ്പൊക്കെ ഇട്ട്. അതെ ഇത് നോക്കിക്കേ, എടാ സുഭാഷേ ഇതങ്ങോട്ട് കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കുക ഒരു പേപ്പർ കഷ്ണം. അതെ പണിയൻ എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പർ, ഇതിൽ വിളിച്ച അയാളെല്ലാം അറേഞ്ച് ചെയ്ത് തരുമെന്നും ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും അച്ഛൻ പറയുന്നു. അപ്പോൾ അതേ ഇങ്ങനെ നോക്കുവാണ്.
അപ്പോൾ അമ്പലത്തിൽ വരുന്നവർക്ക് കുളിച്ച് താമസിക്കാനായിട്ട് ദിവസ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് അവൻ ശരിയാക്കിയിട്ടുണ്ടാകും എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ സുഭാഷും എല്ലാവരും അന്തം വിട്ട് അച്ഛനെ ഇങ്ങനെ നോക്കും. അച്ഛനിങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ളൊരിതിൽ. അപ്പോഴേ ഞാനൊന്ന് ഉറങ്ങാൻ പോവാം കേട്ടോ, അപ്പം മാടായിപ്പാറ എത്തുമ്പോഴേക്കും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓ വലിയ ഉപകാരം, ഓംബ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീഷ് ഇരുന്ന് വണ്ടി ഓടിക്കുന്നു. കുറച്ച് ദൂരം ഓടിച്ചങ്ങ് പോയി. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അതെ ഇതാണ് അവർ പറഞ്ഞ സ്ഥലമെന്ന് പറഞ്ഞു സുധീഷ്. ഇതോ? ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വല്ല അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം നീ പുറത്തേക്ക് ഇറങ്ങ്, എന്നിട്ട് ഞാൻ തന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതേ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് സുധീഷിനെ കൊണ്ട് ആ നമ്പറിൽ വിളിപ്പിച്ചു. അപ്പോൾ ആ ചേട്ടൻ ഒരു കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഹലോ മണിച്ചേട്ടനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ ആരാണെന്ന് ചോദിച്ചപ്പം, ചേട്ടാ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നേ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു ഫാമിലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഭാസ്കർ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ച കേസ് വല്ലാണോ? അത് തന്നെ ഭാസ്കരൻ. നിങ്ങളിപ്പോൾ എവിടെയുള്ളേ? ഞങ്ങളിപ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് ഈ ലൊക്കേഷൻ അത്ര അറിയില്ല, നമുക്കിതേ മുന്നിൽ പോകുമ്പോൾ ഒരു സ്റ്റോപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് അത് ഞാൻ അങ്ങോട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അതേ അച്ഛൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അച്ഛൻ എവിടെ എങ്ങനെ നിൽക്കുക, ചുമ്മാ നടന്നു പോയി വഴി തെറ്റാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു സുഭാഷ്. എൻ്റെ നാട്ടിൽ വന്നിട്ട് നീ എന്നെ വഴി പഠിപ്പിക്കാടോടാന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരേട്ട നടന്നു വന്നു. പല എവിടെ താമസിക്കുന്നതെന്ന് അറിയണ്ടേ? എടാ അതെ വഴി കണ്ടുപിടിച്ച് തരാമെങ്കിൽ അവിടേക്ക് എത്താനും ഭാസ്കരൻ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഈ നാടനെ മാടി വിളിക്കുന്നത് കണ്ടില്ലടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു ചേട്ടനെ വിളിച്ച് ചാടിച്ചാ ചേട്ടനുമായിട്ട് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് തോളത്ത് കൈയൊക്കെ ഇട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നങ്ങ് പോയി. അപ്പോഴത്തേക്കും മണിയൻ ചേട്ടൻ അങ്ങോട്ടേക്ക്, അതെ ഭാസ്കരൻ എന്ന ആൾ വിളിച്ച അതെ ഏട്ടാ ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു. ഓ എന്നാൽ പിന്നെ എൻ്റെ പുറകെ വന്നോട്ടോ, നേരെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വണ്ടി എടുത്ത് മണിച്ചേട്ടൻ്റെ പിന്നാലെ പോണു. ഒരു വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഇവരെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞ വീട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നിധി വീടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി, നല്ലൊരു വീട് ഒക്കെ കണ്ടപ്പോൾ. പിന്നെ ഈ ഭാഗത്ത് റിസോർട്ടുകളൊക്കെ വളരെ കുറവാണേ. പിന്നെ ടൗണിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ മാടായിപ്പാറ തറവാട്ടമ്പലമായിട്ടുള്ളവരൊക്കെ ഈ വീട്ടിലാണ് താമസിക്കാറുള്ളത് എന്ന് ആ മണിച്ചേട്ടൻ ഇവരോട് പറയുവാണ്. ഹോട്ടലുകളും ലോഡ്ജുകളിലും ശുദ്ധ അശുദ്ധിയൊന്നും നമുക്ക് പാലിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം, അത്ര അധികം ആൾക്കാരുടെ തറവാട്ടമ്പലമാണോ ഇതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, പിന്നെ 100-600 കൊല്ലം പഴക്കമുള്ളൊരു അമ്പലമല്ലേ, ഇത്രയും കൊല്ലത്തിനിടയിൽ എത്ര കുടുംബങ്ങൾ ശാഖകളായി തിരിഞ്ഞ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിൽ ഉണ്ടെന്നറിയാമോ? അവരുടെയൊക്കെ തറവാട്ടമ്പലം ഇത് തന്നെയല്ലേ. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റുമോ എന്ന് നികേഷ് ചോദിച്ചപ്പം, മോനെ അതെ അകത്ത് 3 കുടുംബങ്ങൾക്ക് ഒരുമിച്ച് കഴിയാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടെന്ന് ആ ചേട്ടൻ അന്നേരം പറഞ്ഞു. അങ്ങനെ ഇവർ വീടൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഈ ചേട്ടൻ ഈ വീടിനെ പറ്റിയൊക്കെ കുറേ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ സുനന്ദ സുഭാഷ് ചേട്ടാ എന്നും പറഞ്ഞ് വിളിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. സുനന്ദയെ കണ്ടപ്പോൾ ഇവരെല്ലാവരും ഞെട്ടിയിട്ടോ, എല്ലാവരും അന്താളിച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ അതേ നമ്മുടെ നിധിയുടെ അടുത്തേക്ക് സുനന്ദ വന്നു. അത് കൊള്ളാമല്ലോ, നിങ്ങളും ഇങ്ങോട്ട് വന്നോ? അപ്പോൾ അറിയുന്ന ആളുകൾ തന്നെയാണല്ലേ എന്നാ മണിച്ചേട്ടൻ ചോദിച്ചു. അപ്പോൾ അറിയാവുന്നവർ മാത്രമല്ല ബന്ധുക്കാരും കൂടിയാണ് നമ്മുടെ സുനന്ദ പറഞ്ഞു. ആണോ? അപ്പോൾ ഹാപ്പിയായിട്ട് കൂടാവല്ലോ. പിന്നെന്താ? ഹാപ്പിയാ നിധി, ഇതിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. സുനന്ദ എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ നിധി, അത് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആ തറവാട്ടമ്പലത്തിൽ നടത്താമെന്ന് അമ്മ നേർന്നൊരു വഴിപാടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്, അശ്വിനും വന്നിട്ടുണ്ട്. ബെസ്റ്റ്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മണിച്ചേട്ടൻ, നിങ്ങൾ ബന്ധുക്കളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് നാളെ അമ്പലത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ലളിത വന്ന് നിൽക്കുന്നു. ഇവരെ കണ്ട് ലളിത അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. സബാഷ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ്. അപ്പോൾ സ്വസ്ഥമായിട്ട് തൊഴാൻ പോലും മനുഷ്യന് സ്വസ്ഥത അല്ലെന്ന് വെച്ചാൽ കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ലളിത, എന്തിനാ എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തതോ എന്ന് ചോദിച്ചപ്പം, ഈ തറവാട്ടമ്പലം എന്ന് പറയുന്ന അമ്മോനെ സ്ത്രീധനമായിട്ട് കിട്ടിയതൊന്നും അല്ലല്ലോ, എല്ലാവർക്കും ഇങ്ങോട്ട് വരാം എന്ന് സുധീഷ് അന്നേരം ലളിതയോട് പറഞ്ഞു. എന്നാൽ എവിടെ പോയാലും അട്ട ഒട്ടുന്നത് പോലെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ലളിത അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ വിളിച്ചു. അന്നേരം അമ്മ ഇതേ ഒരുപാട് കയറി ഓവറാക്കാൻ നിൽക്കരുത് കേട്ടോ, നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഞങ്ങൾക്കും അത് തറവാട്ടമ്പലം തന്നെയാണെന്ന് സുധീഷ് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണോ തൊഴാൻ വന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അത് ഞങ്ങളുടെ അവകാശമാണെന്ന് സുധീഷ് പറയുമ്പം, സുധീഷ് നമ്മൾ തൊഴാനാ വന്നതെന്ന് സുഭാഷ്, നിങ്ങളെപ്പറ്റി എനിക്ക് പിന്നെ ഒന്നും അറിയത്തില്ലല്ലോ, ഞങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതായിരിക്കും എന്ന് ലളിത. അപ്പോൾ ഈ ചാന്ദിനി ഹരീഷിനോട് ചോദിച്ചു എന്നാന്ന് ചോദിച്ചപ്പോൾ, ഝഗട എൻ്റെ പൊന്നമ്മായി അങ്ങനെയൊന്നും അല്ല, തറവാട്ടമ്പലത്തിലേക്ക് ഒന്ന് വരണമെന്ന് വിചാരിച്ചു, എവിടെയാണെന്ന് അമ്പലം എന്ന് അറിയത്തുമില്ലായിരുന്നു, പറഞ്ഞു തന്നത് വല്യച്ഛനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലളിത അന്താളിച്ച് ഇങ്ങനെ നോക്കുക. വല്യച്ഛനോ? അപ്പം ഇവരിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. കുടുംബത്തോടെ വന്ന് തൊഴുതു പോകണം മാത്രമേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ എന്ന് സുഭാഷ് പറഞ്ഞപ്പം, ഗംഗേട്ടൻ നിങ്ങൾക്ക് അഡ്രസ്സ് തന്നോ? അതെ. എന്തിനാണ് വെറുതെ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു ലളിത അടുത്ത ഒച്ച വയ്ക്കല്.
സുനന്ദ അശ്വിനും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് നിങ്ങൾ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കാൻ വന്നതല്ലേ എന്ന് ലളിത ചോദിച്ചപ്പോൾ അയ്യേ ചെ നിങ്ങളുടെ തലയ്ക്ക് എന്താ സുഖമില്ലേ എൻ്റെ അമ്മായി ഓ ഇത്രയും ആളുകൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ നിങ്ങളുടെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നത് അതല്ലേ കൂടുതൽ അടുത്തോ ഭ്രാന്താണ് ഞങ്ങൾക്കൊന്ന് സുധീഷ് അന്നേരം ചോദിച്ചു ലളിതയ്ക്ക് കൊടുക്കാനുള്ള മുഴുവൻ നമ്മുടെ സുധീഷ് കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ തൊഴാൻ വന്നതാണെന്ന് അവർ പറഞ്ഞില്ലേ അമ്മേ പിന്നെ എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് എടാ ഈ നീയൊക്കെ കാണിച്ചു കൂട്ടിയത് ഇപ്പോഴും മുറക്കാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക അതെ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിലേ ഞങ്ങൾക്കത് അന്നേ ആകാമായിരുന്നു എന്ന് ഹരീഷ് അന്നേരം പറഞ്ഞു അത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മകൾ ഇപ്പോഴും ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുന്നത് അത് നിങ്ങൾ മറക്കരുത് കേട്ടോ എന്ന് ഹരീഷ് അന്നേരം പറയാം ഹരീഷേ നീ എന്തൊക്കെയാ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു സുനന്ദേ എന്നും പറഞ്ഞ അകത്തുനിന്ന് ഒരു വിളി ഇതാ പുറത്തുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു ആഹാ ഇതാരും സുഭാഷ് കേട്ടോ ഇത് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും വാ എന്ന് പറഞ്ഞ് അങ്ങനെ അതെ എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്നു ചിരി കളി വർത്തമാനം ഒക്കെ ആയിട്ട് നിൽക്കുന്നു ഈ സമയത്ത് ലളിത ഗംഗാധരനെ ഫോണിൽ വിളിക്കുക അപ്പോൾ എന്താന്ന് ചോദിച്ചു ഗംഗേട്ടനാണോ അവർക്ക് അമ്പലത്തിൽ അഡ്രസ്സ് കൊടുത്തതെന്ന് ചോദിച്ചു ആദ്യം കൊടുക്കട്ടെന്നാ വിചാരിച്ചേ പിന്നെ എന്തിനൊക്കെ കൊടുത്തത് അത് പിന്നെ സ്വാമി നേരിട്ട് വന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു സ്വാമിയോ ഏത് സ്വാമി ഈശ്വരൻ തന്നെ എൻ്റെ മുന്നിൽ വന്നെന്ന് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ വഴക്കും വക്കാണും ഒക്കെ ആയിട്ട് നടക്കുകയാണെങ്കിലും നമ്മളിനി അത് ചെയ്യാതിരുന്നത് കൊണ്ട് നമുക്കെന്തെങ്കിലും ദോഷം ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അല്ല നീ ഇതെങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചപ്പം അതെ അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് ലളിത പറയാം അവിടെ എത്തിയെന്നോ അല്ലാതെ പിന്നെ ദേ ഇവിടെ തൊഴാനും താമസിക്കുന്നവർക്കും ആകെയുള്ളത് ഒരു വീടാണ് ഞങ്ങൾ താമസിക്കുന്ന ആ വീട്ടിൽ തന്നെ അവരും വന്ന് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആണോ പിന്നെ എന്താ അഡ്രസ്സ് കൊടുത്താൽ പരത്തില്ലേന്ന് ചോദിച്ചു ദേഷ്യപ്പെടുക ലളിത സുഭാഷ് അനിയന്മാർ മാത്രമല്ല സുധീഷിൻ്റെ ഭാര്യ ഒരു ബന്ധമില്ലാത്തൊരു ഹിന്ദിക്കാരി അങ്ങനെ ഒരു പട തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആകെ കൂടെയുള്ള ഒരു ഇത്തിരി സ്ഥലത്ത് ഇനി അവരെ കൂടി സഹിക്കണം ഉള്ള സമാധാനം പോയെന്ന് പറഞ്ഞു ലളിത ഒച്ച വയ്ക്കുമ്പം അവരിപ്പോൾ തന്നെ കയറി പോകുന്നു എനിക്കറിയില്ലായിരുന്നല്ലോ എൻ്റെ പൊന്നു ലളിതേ അതേ ഇവിടെ സുനന്ദയുള്ളതാ പ്രശ്നം എന്തായാലും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുക പെങ്ങളെ ആങ്ങള ദേ ഇതിനെല്ലാം കാരണം ഗംഗേട്ടനാന്ന് പറഞ്ഞു ഇവർ ആ സമയത്ത് തന്നെ ഇടിച്ചു കയറി അങ്ങോട്ട് വരുന്നു ഞാൻ കരുതിയില്ലല്ലോ എൻ്റെ പൊന്നു സുനന്ദയെന്നും പറഞ്ഞ് ഗംഗാധരൻ പറയാം പിന്നെ നീ അതൊന്നും മൈൻഡ് ആക്കണ്ട അവർ തൊഴുതിട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഗംഗാധരൻ്റെ തല കടിച്ചു പറിക്കുന്ന രീതിയിൽ ലളിത സംസാരിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞു രാത്രിയായി എല്ലാവരും ഇങ്ങനെ അവരവരുടെ കാര്യങ്ങൾ നോക്കി ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ചാന്ദിനിയും നമ്മുടെ സുഭാഷ് ഏട്ടനും കൂടെ അവിടെ ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും ടാറ്റാ.